അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പറയുവാനും കേൾക്കുവാനും റബ്ബ് നമുക്കൊരു അവസരം കൂടെ നൽകിയിരിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിൻ്റെ വിവരണം പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു സദസ്സാണിത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാധാന്യത്തോടെ, ഗൗരവത്തോടെ നമ്മളെല്ലാവരും ഈ ക്ലാസ്സിനെ സമീപിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ എന്ന വളരെ അർത്ഥവത്തായ സൂറത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 14 ആയത്തുകൾ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 ആയത്തുകളാണ് പഠിക്കുന്നത്. കൂടുതൽ വിശദീകരണങ്ങളുടെ, ആമുഖങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ നേരിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഓർമ്മയിലുണ്ടാകേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആയത്തുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള, പ്രാധാന്യമുള്ള അധ്യാപനങ്ങളാണ്. സത്യവിശ്വാസികളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു, അവർ വിജയം നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച അധ്യായം, അവിടെ നിന്ന് അങ്ങോട്ട് ആ വിജയികളുടെ 7 ഗുണങ്ങൾ, ഒരു വിജയം വരിക്കുന്ന വിശ്വാസിക്കുണ്ടാവേണ്ട 7 സദ്ഗുണങ്ങളെക്കുറിച്ച് അള്ളാഹു വിശദീകരിച്ചു തന്നു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനാകുന്ന സൃഷ്ടിയുടെ തുടക്കത്തെക്കുറിച്ച്, ആ അത്ഭുതത്തെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ. അവിടെ മുതലുള്ള ആയത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതമാണ് നമ്മൾ വായിക്കുന്നത്. പ്രത്യേകിച്ച് ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحمة ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. വളരെ അത്ഭുതം നിറഞ്ഞ ആയത്താണ്. നമ്മളത് വിശദീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ വിജയിക്കുന്ന ആളുകൾ, അവരുടെ ഗുണങ്ങൾ, ഈ വിജയം നേടിയെടുക്കുന്ന മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കം, ആ സൃഷ്ടിപ്പിലെ അത്ഭുതങ്ങൾ, അത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ 14 ആയത്തുകളിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് നമ്മൾ അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 15-ാമത്തെയും 16-ാമത്തെയും ആയത്തുകൾ വളരെ ചെറിയ 2 ആയത്തുകൾ, പക്ഷേ ധാരാളം വിശദീകരണങ്ങൾ പറയേണ്ട, പഠിക്കേണ്ട ആയത്താണിത്. ഏതാണ് ആ ആയത്തുകൾ? أعوذ بالله من الشيطان الرجيم ثم إن
ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ ثم إنكم يوم القيامة تبعثون. ഇതാണ് ഈ രണ്ട് ആയത്തുകൾ. ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. വളരെ അർത്ഥവത്തായ ആയത്തുകളാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവുമായി ബന്ധപ്പെട്ട ചെറിയ രണ്ട് നിയമങ്ങൾ നമുക്ക് പഠിച്ചുകൊണ്ട് പ്രവേശിക്കാം. സാധാരണ ഈ ആയത്ത് പഠിക്കുമ്പോൾ ഈ രണ്ട് ആയത്തുകളിലും കടന്നു വന്ന ഒരു നിയമമാണ് അൽ ഗുന്നത്തുൽ ലാസിമ എന്ന് പറയും. അൽ ഗുന്നത്തുൽ ലാസിമ എന്താണ്? അൽ ഗുന്നത്തുൽ ലാസിമ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങൾ, തജ്വീദിൻ്റെ അധ്യാപകരുടെ വിശദീകരണങ്ങൾ പരിശോധിക്കുമ്പോൾ അവർ സാധാരണ പഠിപ്പിക്കാറുള്ളത് അൽ ഗുന്നത്തു ഫിൽ മീമി വന്നൂനി മുശദ്ദദതൈൻ. അതാണ് ഇവിടെയുള്ള നിയമം. അഥവാ ഷദ്ദുള്ള മീമിലും നൂനിലും മണിച്ചോതുക. ഷദ്ദുള്ള മീമിലും നൂനിലും മണിച്ചോതുക. ഈ ആയത്തുകളിൽ ആവർത്തിച്ചു വരുന്ന ഒരു നിയമമാണത്. തജ്വീദിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഖായിദയായി, അതിൻ്റെ നിയമമായി അവർ പറയാറുള്ളത് കുല്ലു മീമിൻ ഔ നൂനിൻ മുശദ്ദദത്തിൻ തജിബു ഫീഹ അൽ ഗുന്നത്തു ബിമിഖ്ദാരി ഹറകതൈൻ. എന്നങ്ങനെ പറഞ്ഞാൽ അറബി അക്ഷരങ്ങളായ മീമ്, നൂന്, ഈ അക്ഷരങ്ങൾക്ക് ഷദ്ദു വരുമ്പോൾ അവിടെ രണ്ട് ഹറക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ ഗുന്നത്ത് അഥവാ മണിച്ച് ഓതുക എന്നുള്ളത് നിർബന്ധമാണ്, വാജിബാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിക്കേണ്ട ഒരു നിയമമാണ്. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഷദ്ദുള്ള മീമ് വരും, ഷദ്ദുള്ള നൂന് വരും. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു രണ്ട് ഹറക്കത്ത്, ഒരു രണ്ട് അലിഫ് പറയുന്ന സമയം മണിച്ചോദനം. അത് വാജിബാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അൽ ഗുന്നത്തുൽ ലാസിമ എന്നതിന് പേര് വരുന്നത്. ലാസിമായ, നിർബന്ധമായ മണിച്ചോദൽ. അപ്പോൾ ഈ രണ്ട് നിയമങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ആയത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? സുമ്മ സുമ്മ, അവിടെ മീമിന് ശബ്ദമുണ്ട്. തൊട്ടടുത്ത ആയത്ത് എന്താ? ഇന്നക്കും ഇന്ന, അവിടെ എന്തുണ്ട്? നൂനിന് ശബ്ദമുണ്ട്. അതേപോലെ തന്നെയാണ് അടുത്ത ആയത്തിൻ്റെയും തുടക്കം. സുമ്മ ഇന്നക്കും, അവിടെയും എന്ത് ചെയ്തിട്ടുണ്ട്? ശബ്ദ് വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പിന്നെ മീമിന് ശബ്ദുള്ളതിനാൽ, നൂനിന് ശബ്ദുള്ളതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരൽപ്പം മണിച്ചു ഓതുക എന്നുള്ളതാണ് ഇവിടെയുള്ള നിയമം. അതെന്ത് ചെയ്യുക? നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ശബ്ദുള്ള നൂനിലോ മീമിലോ ശബ്ദം നിർത്തുമ്പോൾ രണ്ട് വിരൽ പിന്നെ മടക്കുന്ന അത്രയും സമയം മണിച്ചോതുക എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വിശുദ്ധ ഖുർആനിൽ പിന്നെ പാരായണം ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള ഒരു 10 or 20 സ്ഥലങ്ങൾ എടുക്കുക, മീമ് വന്ന സ്ഥലങ്ങൾ. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചൊരു പ്രയോഗമാണ്, ഖിയാമത്ത് നാൾ വരിക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഉദാഹരണങ്ങളെടുത്ത് ഈ നിയമം എന്ത് ചെയ്യുക? നമ്മൾ കൃത്യമായി പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി പ്രിയപ്പെട്ട പഠിതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മളിതിൻ്റെ തഫ്സീറിലേക്ക് പ്രവേശിക്കുകയാണ്. എന്താണ് ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്? സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. ആയത്തിൻ്റെ അർത്ഥം എന്താണ്? പിന്നീട് തീർച്ചയായും നിങ്ങൾ അതിനുശേഷം മരണമടയുന്നതാണ്. പിന്നീട് തീർച്ചയായും നിങ്ങൾ അതിനുശേഷം മരണമടയുന്നതാണ്. സുമ്മ, പിന്നീട്, ഇന്നക്കും, തീർച്ചയായും നിങ്ങൾ, ബഅദ ദാലിക, ബഅദ ദാലിക, അതിനുശേഷം, ബഅദ എന്ന് പറഞ്ഞാൽ ശേഷം, ദാലിക അത്, ബഅദ ദാലിക അതിനുശേഷം, ലമയ്യിതൂൻ, ലമയ്യിതൂൻ മരണമടയുന്നവർ തന്നെയാണ്. അപ്പോൾ എന്താണ് അള്ളാഹു പറയുന്നത്? ഇപ്പോൾ നമ്മൾ ഈ ആയത്തിന് തൊട്ട് മുകളിലുള്ള ആയത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ.
മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പഠിച്ചോൻ പറയുന്നത്. എങ്ങനെയാണ് അള്ളാഹു നമ്മൾ ഉണ്ടാക്കിയത്? കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി. അതിൻ്റെ തുടക്കം അതാണ്, ആദം നബിയുടെ സൃഷ്ടിപ്പ്. അതിനുശേഷം ആ മനുഷ്യ വംശം, അതിൻ്റെ മനുഷ്യ പരമ്പര നിലനിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച രീതി എന്ത് ചെയ്തു? അള്ളാഹു വിശദീകരിച്ചു. അങ്ങനെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ച മനുഷ്യന് മരണമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്, അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു അത്ഭുതകരമായി സൃഷ്ടിച്ച ഈ മനുഷ്യൻ എന്തുണ്ട്? മരണമുണ്ട്, അവനൊരു അവസാനമുണ്ട്. അതാണ് സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. പിന്നീട് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യും? മരിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞു പോകല്ല, കേവലം ഒരു കാര്യം പറഞ്ഞു പോകല്ല, മറിച്ച് ഭാഷാപരമായ 3 ശക്തമായ താക്കീതുകൾ, ശക്തമായ തൗക്കീദുകൾ, ഊന്നലുകൾ നമുക്കവിടെ കാണാൻ പറ്റും ഈ ആയത്ത് നമ്മൾ എടുത്തു നോക്കിയാൽ. അപ്പം അതിൽ ഇന്ന എന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായും, ഉറപ്പായും, തീർച്ചയായും. ഇന്ന തൗക്കീദുള്ള നൂന് എന്നാ പറയാം, തൗക്കീദിൻ്റെ നൂന് ഉറപ്പായും സംഭവിക്കും. ഇന്ന അതാ ഞാൻ നേരത്തെ ഖിയാമത്ത് നാൾ വരിക തന്നെ ചെയ്യും. ഇവിടെ എന്താ പറയാ? സുമ്മ ഇന്നക്കും. എന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായും. നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പഠിച്ചോൻ പറയാം. സുമ്മ തീർച്ചയായും, നിങ്ങളെ ലമയ്യിത്തൂൻ. ഇവിടെ ലാമു തൗക്കീദാണ്. ലാമു തൗക്കീദ് പറഞ്ഞാൽ എന്തിനാ? ഒരു കാര്യത്തിന് അതിന് ഉറപ്പ് നൽകാൻ, അത് സംഭവിക്കുമെന്ന് ഉറപ്പ് നൽകാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ആയത്തിൽ തന്നെ 3 തൗക്കീദുകൾ, ശക്തമായ തൗക്കീദുകൾ, ഊന്നലുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നൽകിയിട്ടുണ്ട്. ഉറപ്പായും സംഭവിക്കും, അതിൽ സംശയമല്ല, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. മനസ്സിലായില്ലേ? ഒരു സംശയവുമില്ലാതെ ലോകത്തൊരു യുക്തിവാദിക്കും നിഷേധിക്കാൻ കഴിയാത്ത, മനുഷ്യനായി പിറന്ന ഏതൊരാൾക്കും ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യം എന്താ? മനുഷ്യനൊരു മരണമുണ്ട് എന്നുള്ളതാണ്. മനുഷ്യന് മരണമുണ്ട്. പ്രിയപ്പെട്ടവരെ, മരിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉറപ്പെന്താ അറിയോ? ജനിച്ചു എന്നുള്ളതാണ്. ഈ ലോകത്ത് മനുഷ്യനായി പിറന്നോ, മനുഷ്യനായി ജനിച്ചു വീണോ, അവന് മരണമുണ്ട്. അവൻ മരിക്കാതിരിക്കില്ല. അവൻ്റെ മരണം ഉറപ്പാണ്. അതെപ്പോഴാണെന്നറിയില്ല, എങ്ങനെയാണെന്നറിയില്ല, പക്ഷെ മരണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ, മയ്യിതൂൻ എന്നാണ് പറഞ്ഞത്. മയ്യിത്ത് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. മയ്യിത്ത് അല്ലേ, യാഇന് കെസറാണ്. മയ്യിത്ത് അവിടെ ഷദ്ദുണ്ട്, ഷദ്ദിൻ്റെ അതിന് കെസറോട് കൂടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആ പദം ഉപയോഗിച്ചിട്ടുള്ളത്. അറബി ഭാഷയിൽ മയ്യിത്ത് സുക്കൂന് കൊടുത്താൽ, മയ്യിത്ത് എന്ന് പറഞ്ഞാൽ യാഇന് സുക്കൂന് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ അർത്ഥം മരണപ്പെട്ട ആൾ എന്നാണ്, മരിച്ച വ്യക്തി, മയ്യിത്ത്. മനസ്സിലായില്ലേ? എന്നാൽ ഇവിടെ അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന മയ്യിത്താണ്, സുക്കൂനല്ല. കെസറ് കൊടുത്തു, ഷദ്ദോടുകൂടെ കെസറ് കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? അതിൻ്റെ അർത്ഥം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ഭാവിയിൽ മരിക്കാൻ പോകുന്നവനാണ് എന്നാണ്. ഇപ്പോൾ ഈ ആയത്തോതുന്ന ഞാനും നിങ്ങൾക്കിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ ആയത്തോതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഈ ആയത്തോതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാവിയിൽ നമ്മളൊക്കെ മരിക്കാൻ പോകുന്ന ആൾക്കാരാണ്. സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. അതിൻ്റെ അർത്ഥം അതാണ്, നമ്മളൊക്കെ മരിക്കാൻ പോകുന്ന ആളാണ്. നാം ഇപ്പോൾ ജീവനോടെ നടക്കുമ്പോഴും അള്ളാഹുവിൻ്റെ നോട്ടത്തിൽ നാം മരിക്കാൻ പോകുന്ന ആൾക്കാരാണെന്നാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിനെ ബലപ്പെടുത്തുന്ന, ഈ ആയത്തിനെ ശക്തിപ്പെടുത്തുന്ന ഒട്ടനവധി ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും. ഇല്ല, ഖുർആനിലെ ഏറ്റവും നല്ല ഉപദേശം എന്താ അറിയോ? ഖുർആനിലെ ഏറ്റവും നല്ലൊരു ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് മരണമാണ്. ഒരു മനുഷ്യനെ ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ല ഉപദേശം മരണവുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളാണ്. അതവനെ മാറ്റും, അതവന് പരിവർത്തനം ഉണ്ടാക്കും. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, അള്ളാഹു പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഉറൂർ. എല്ലാവർക്കും അറിയുന്ന ആയത്താണ് അല്ലേ? നമുക്കെല്ലാവർക്കും അറിയുന്ന ആയത്താണ്. എന്താ ഈ ആയത്തിനെ കുല്ലു നഫ്സിൻ
ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാവുകളും മരണത്തിൻ്റെ രുചി അറിയുക തന്നെ ചെയ്യും, മരണത്തിൻ്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. അള്ളാഹു പഠിപ്പിക്കാൻ ആലു ഇമ്രാനിലെ 185 ആയത്താണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, മരണമെന്ന് പറയുന്നത് എല്ലാ മനുഷ്യരെയും പിടികൂടും. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ ഏതൊരു കോട്ടയിൽ പോയി ഒളിച്ചാലും, എവിടെ പോയി ഒളിച്ചാലും, മരണത്തിൻ്റെ സമയമാകുമ്പോൾ എന്ത് ചെയ്യും? മരണം നമ്മളെ പിടികൂടും. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസായിലെ 78 ആയത്താണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുന്നത് എന്താ? ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശ്ശഹാദ ഫയുനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. നമ്മൾ ഏതൊരു മരണത്തിൽ നിന്നാണോ നമ്മൾ ഓടി ഒളിക്കുന്നത്, ആ മരണത്തെ നമ്മൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ആ മരണത്തെ നമ്മൾ കണ്ടുമുട്ടും, മരിക്കാതിരിക്കൂല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അള്ളാഹു മരണത്തിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. ആ ടൈം എത്തിയാൽ എന്ത് ചെയ്യും? നമ്മളൊക്കെ മരിക്കും. ആ ടൈം എത്തിയാൽ നമ്മളൊക്കെ മരിക്കും. ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ. അള്ളാഹു നിശ്ചയിച്ച സമയമുണ്ടല്ലോ, ആ സമയത്ത് നിന്ന് ഒരു നിമിഷം അങ്ങോട്ടോ മുന്നോട്ടോ ബാക്കോട്ടോ ഉണ്ടാവില്ല. അത് അതാ സമയത്ത്, ആ കൃത്യസമയത്ത് എന്ത് ചെയ്യും? മരണം നമ്മളെ പിടികൂടുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിനെ ബലപ്പെടുത്തുന്ന, അതിനെ ശരിവെക്കുന്ന ധാരാളം ആയത്തുകൾ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റുകയാണ്. മരണം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ സഹോദരികളെ, ഇവിടെ അള്ളാഹുവിൻ്റെ ഒരു വല്ലാത്തൊരു നിഅമത്ത് എന്താ അറിയുക? എപ്പോഴാണ് മരിക്കുമെന്ന് പഠിച്ചവൻ പറഞ്ഞു തന്നിട്ടില്ല. നമ്മളെപ്പോഴാണ് മരിക്കുമെന്ന് പഠിച്ചവൻ പറഞ്ഞു തന്നിട്ടില്ല. അത് റബ്ബിൻ്റെ ഏറ്റവും വലിയൊരു നിഅമത്താണ്. നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. എന്താ ഈ ആയത്തിൻ്റെ അർത്ഥം? അള്ളാഹിൻ്റെ അടുക്കലാണ് അന്ത്യനാൾ എന്നാണെന്നുള്ള വിവരം, മഴ വർഷിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരം, അതേപോലെ തന്നെ ഗർഭാശയത്തിലുള്ളത് ആണാണോ പെണ്ണാണോ, ഇതൊക്കെ പടച്ചോൻ്റെ അടുക്കലുള്ള വിവരം, അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഇൽമാണ്. അതിന് ജീവനുണ്ടോ, എപ്പോഴാണ് അതിന് ജീവൻ കൊടുക്കേണ്ടത്, അല്ലെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ശാസ്ത്രീയമായി പലതും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് ഷഖിയാണോ, സൗഭാഗ്യവാനാണോ, ദൗർഭാഗ്യവാനാണോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അതൊക്കെ പടച്ചോന് മാത്രം അറിയുന്ന കാര്യമാണ്. അതേപോലെ അള്ളാഹ് പറഞ്ഞു, നാളെ ഒരാൾ എന്താ ചെയ്യുകയെന്നറിയില്ല, എവിടെ വെച്ചാൽ മരിക്കുമെന്നും പറയാൻ പറ്റൂല. ഇതാണ് പടച്ചോൻ ചെയ്തു തന്ന ഏറ്റവും വലിയ നിയമം. നമ്മളെപ്പോൾ മരിക്കും, എങ്ങനെ മരിക്കും, എവിടുന്ന് മരിക്കും നമുക്ക് അറിയില്ല. അത് അറിഞ്ഞിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. അതറിഞ്ഞിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. 2030 ഇന്ന മാസം ഇന്ന ദിവസമാണ് ഒരാൾ മരിക്കുക, അയാൾക്ക് നേരത്തെ അറിഞ്ഞ് വിചാരിക്കും, എന്തൊരിക്കലുള്ള അവസ്ഥ. വധശിക്ഷക്ക് കാത്തിരിക്കുന്ന മനുഷ്യന്മാരുണ്ട്. വധശിക്ഷക്ക് കാത്തിരിക്കുന്ന ആൾക്കാർ, അവരുടെ പേടി എത്ര ഞങ്ങൾക്കറിയോ? അത്തരം ആളുകളുമായി സംസാരിക്കാനും സംവദിക്കാനൊക്കെ ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. ജയിലിൽ സന്ദർശിക്കുന്ന സമയങ്ങളിൽ ജയിലിൽ കുറ്റവാളികളായി പിടികൂടി കൊലപാതകമൊക്കെ നടത്തി, അല്ലെങ്കിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടൊക്കെ പിടികൂടിയ ആളുകൾ, വധശിക്ഷ കാത്തു കിടക്കുന്ന ആൾക്കാർ, നമ്മൾ അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഭയം എത്രയാണ്, പേടി എത്രയാണ്. അവർ കാത്തിരിക്കുന്നത് ഓരോ പ്രഭാതത്തിലും ഓരോ രാത്രിയും ഉറങ്ങാൻ കിടക്കുമ്പോൾ അവർക്കറിയില്ല നാളത്തെ പ്രഭാതം എങ്ങനെയാണെന്ന്. അവരെ തലവെട്ടാൻ വിളിച്ചു കൊണ്ടുപോകാം, വധശിക്ഷ വിധിച്ച ആൾക്കാരാണ്. അതൊരു വല്ലാത്ത ഭയമാണ്, വല്ലാത്ത പേടിയാണ്. അതുകൊണ്ട് റബ്ബ് നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താ? നമ്മൾ സമാധാനത്തോടെ ജീവിക്കണം. എപ്പോഴും മരണം നമുക്കറിയില്ല, അതുകൊണ്ടാണ്. പക്ഷെ മരണമുണ്ട്. മരണത്തെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത എന്താ അറിയോ? അത്ഭുതകരമായി അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഈ സൃഷ്ടിപ്പിനൊരു അവസാനമുണ്ട്. ഈ സൃഷ്ടിപ്പ് അവസാനിക്കും, മരിക്കും നമ്മൾ. ഈ ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന്, ജസദിൽ നിന്ന് പുറത്ത് കടക്കും. ആ മരണം 2 വിധമാണ്. 2 രീതിയിലാണ് ഒരു മനുഷ്യൻ മരിക്കുക. ഒന്നെങ്ങനെയാണ്? വിശ്വാസിയുടെ മരണമാണ്, അവിശ്വാസിയുടെ മരണമാണ്. വിശദീകരിക്കാൻ സമയമല്ല.
നല്ല മരണമുണ്ട്, ചീത്ത മരണമുണ്ട്. മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം, അള്ളാഹുവേ നല്ല മരണം ലഭിക്കുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണം. സമാധാനത്തോടെ മരിക്കാൻ പറ്റണം, നമുക്ക് സമാധാനത്തോടെ മരിക്കാൻ പറ്റണം, അല്ലേ? ചെയ്യാനുള്ളതൊക്കെ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ മരിക്കേണ്ടത്. നിരാശരായിട്ടല്ല മരിക്കേണ്ടത്, സമാധാനത്തോടെ മരിക്കാൻ പറ്റണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ച അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സകല സുഖങ്ങളും തകർത്ത് കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം. അത് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നന്മയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന അഖിയസുന്നാസി അക്തറുഹും ലിൽ മൗതി ദിക്റ, മനുഷ്യന്മാരിൽ ഏറ്റവും ബുദ്ധിമാനാരാ? മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്ന ആളാണ്. അതേപോലെ തന്നെ നാളേക്ക് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്ന ആളാണ്. മരണമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക. ഒരു യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ ആ യാത്രക്കാവശ്യമായ വിഭവങ്ങൾ നമ്മൾ ഒരുക്കണം. വിദേശത്ത് വേണമെങ്കിൽ പാസ്പോർട്ട് വേണം, ടിക്കറ്റ് വേണം, ഇല്ലേ? ലഗേജുകൾ ഒരുക്കും, ഇതൊക്കെ നമ്മൾ ചെയ്യും. അതേപോലെ മരണമുണ്ട്, മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് എന്ത് ചെയ്യണം? വിഭവങ്ങൾ ഒരുക്കുന്നവനാണ് ബുദ്ധിമാനെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട, ദുനിയാവ് വേണ്ടെന്നല്ല, ദുനിയാവ് നമുക്കുള്ളതാണ്. ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ കഴിയുക വിശ്വാസിക്കാണ്. ഞാൻ ആ വാചകം ഒന്നും കൂടെ പറയാം. ദുനിയാവിനെ ഏറ്റവും മനോഹരമായി ആസ്വദിക്കാൻ പറ്റുക വിശ്വാസിക്കാണ്, സമാധാനത്തോടെ ആസ്വദിക്കാൻ പറ്റുക. കാരണം അവന് ആവശ്യമുള്ളതൊക്കെ അനുവദിച്ചു കൊടുത്ത മതാണ് ദീന്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജനനം മുതൽ അവൻ്റെ മരണം വരെ ഈ ഭൂമിയിൽ അവൻ ജീവിക്കുമ്പോൾ അവൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അനുവദിച്ചു കൊടുത്ത മതം. അവൻ ഉപകാരപ്പെടുന്നതൊക്കെ അനുവദിച്ചു കൊടുത്ത മതം. അവൻ്റെ ശാരീരികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വിവാഹം അനുവദിച്ചു കൊടുത്തു. അവന് ഭക്ഷണം കഴിക്കാം, ഭക്ഷണത്തിൽ അധികം ഹലാലാണ്, ഹറാമ് കുറച്ചേ ഉള്ളൂ. ഹറാമായ ഭക്ഷണങ്ങൾ കുറവാണ്, അധിക ഭക്ഷണം എന്താ? ഹലാലാണ്. മനസ്സിലായി? ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഈ റോഡുകളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമാണ്, ഇപ്പം അവിൽ മിൽക്കിൻ്റെ ഒരു മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ചിട്ട്, പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, എന്താ മൗസിയോ അങ്ങനെ എന്തൊരു പേര് അല്ലേ, അങ്ങനെ ഇതിൽ പല സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട്. അതിൽ കയറി വെക്കുമ്പോൾ 70-ലധികം അല്ലെങ്കിൽ 60-ലധികം തരം പിന്നെ അവില് കൊണ്ടുള്ള വിഭവങ്ങൾ, അതൊക്കെ ഹലാലാണ്, അല്ലേ? ഒരു വലിയ ഹോട്ടലിലേക്ക് നമ്മൾ പ്രവേശിച്ചാൽ അവിടെ എത്രയെത്ര വിഭവങ്ങളുടെ പേരുകളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന, അതിൻ്റെ മെനു കാർഡിൽ എത്രയെത്ര ഇതൊക്കെ ഹലാലാണ്. ഹറാമായത് വളരെ കുറച്ചുള്ളൂ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ ആവശ്യമുള്ളതൊക്കെ അനുവദിച്ചു കൊടുത്ത മതാണ്. അതുകൊണ്ട് ഈ ദുനിയാവിനെ ഏറ്റവും നന്നായി ആസ്വദിക്കാൻ പറ്റാതിരിക്കുക വിശ്വാസിക്കാണ്. പക്ഷെ എന്ത് ചെയ്യരുത്? മതി മറക്കരുത്. ഇവിടുന്ന് മടങ്ങിപ്പോകേണ്ടവനാണ് എന്ന ചിന്ത വേണം. കുൻ ഫിദ്ദുന്യ കഅന്നക ഗരീബുൻ ഔ ആബിരിസ് സബീൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരു വഴിയാത്രക്കാരനെ പോലെ, അപരിചിതനെ പോലെ ഈ ദുനിയാവിൽ ജീവിക്കണം, അല്ലേ? നമ്മളൊരു യാത്ര പോയാൽ അവിടെ സ്ഥിരതാമസക്കാരനല്ലോ. ഇത് ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ പോകും, ഉറപ്പാണത്. നമ്മുടെ ചുറ്റുപാടിൽ ജീവിച്ച പല ആളുകൾ ഇന്ന് നമ്മുടെ കൂടല്ല. ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു വിഷയമാണ്, എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഇവിടെയുള്ള അങ്ങാടിയിലേക്ക്, പള്ളിയിലേക്ക് പോകാൻ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരം, ഒരു അല്പ ദൂരമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പിന്നെ ആ റോഡിലേക്ക് ഇങ്ങനെ പ്രവേശിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളി എത്തുന്നത് വരെയുള്ള സമയത്തിനിടയിലെ ഒട്ടുമിക്ക വീട്ടുകാരെ എനിക്കറിയാം. ചെറുപ്പം മുതൽ നമ്മൾ കണ്ട ആളുകളാണ്, പരിചയമുള്ള ആളുകളാണ്, എൻ്റെ സുഹൃത്തുക്കളുടെ ഉമ്മമാർ. അപ്പം അതിലെ ഒരുവിധം എല്ലാ വീടുകളിലെയും ഒരാളെങ്കിലൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അവിടുത്തെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ വല്യുമ്മ, അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ കണ്ടവരാണ്, നമ്മൾ സംസാരിച്ചവരാണ്, നമ്മൾ ചിരിച്ചവരാണ്, അല്ലേ? അല്ലെങ്കിൽ അവർ ഭക്ഷണം പിന്നെ നമുക്ക് തന്നവരാണ്, എടുത്തു തന്നവരാണ്. നമുക്ക് പരിചയമുള്ള എത്ര ആൾക്കാരാണ് മണ്ണിൻ്റെ അടിയിൽ. അപ്പം ഞാൻ ഈ സംസാരം നിർവഹിക്കുമ്പോൾ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളുടെ മനസ്സിലേക്ക് വരുന്ന ഒരുപാട് മുഖങ്ങളുണ്ടാകും. ഉമ്മമാർ, ഉപ്പമാർ, ഭർത്താവ്, ഭാര്യ, മക്കൾ, അല്ലേ? അയൽവാസികൾ, നമ്മുടെ പണ്ഡിതന്മാർ, നമുക്ക് നേതൃത്വം നൽകിയ ആളുകൾ, നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകൾ, നമ്മളെ ദ്രോഹിച്ച ആളുകൾ, പലരും എവിടെയാണ്? പലരും ഇന്ന് ഖബറിൻ്റെ അടിയിലാണ്. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ ഖബറിൽ കിടക്കുന്നത് പോലെ ഞാനും നിങ്ങളും കിടക്കും, നമ്മളും ഖബറിലേക്ക് പോകും. നമുക്കും മരണമുണ്ട്. അവർ ഈ ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോയതുപോലെ, അവർ ഈ ഭൂമിയിൽ നിന്ന് യാത്ര പോയതുപോലെ നമ്മളും യാത്ര പോകും.
അവരെ മയ്യത്ത് കട്ടിലിൽ കിടത്തി പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്ത് നമസ്കരിച്ച് കബറടക്കിയതുപോലെ നമ്മളെയും കബറടക്കും, അതിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ധാരാളമായിട്ട് ഓർക്കുക. നബി പറഞ്ഞില്ല യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോ. ഏതാണ് ആ 5 കാര്യങ്ങൾ? ഒന്ന് യുവത്വമാണ്, അതേപോലെ തന്നെ ആരോഗ്യമാണ്, സമ്പത്താണ്, ഒഴിവ് സമയമാണ്, ജീവിതമാണ്. മരിക്കുന്നതിന് മുമ്പ് ജീവിതത്തെ ഉപയോഗപ്പെടുത്തണം. ആരോഗ്യമുള്ളപ്പം അനാരോഗ്യം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തണം. ഇത് വിശ്വാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താ? സൂറത്തുൽ മുഅ്മിനൂൻ പഠിക്കുമ്പോൾ വിജയിച്ചവരാരാണെന്ന് മനസ്സിലാക്കി, മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതം മനസ്സിലാക്കി. എന്നിട്ട് അല്ലാഹ് പറഞ്ഞതാ, മനുഷ്യന്മാരെ നിങ്ങൾ മരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളോട് പറയാനുള്ളത്, മരിക്കുമെന്ന ചിന്തയിൽ മരണത്തിനപ്പുറമുള്ള ലോകത്തേക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക എന്നതാണ് ഈ ആയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അള്ളാഹു പറഞ്ഞത്, റസൂലുള്ളാഹി പഠിപ്പിച്ചത്, ഈ ദുനിയാവിൽ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്ന്, പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക. അതേപോലെ കടപ്പാടുകളും സാമ്പത്തിക ബാധ്യതകളും വേഗം തീർക്കുക, അല്ലേ? അനാവശ്യമായി കടം വാങ്ങാതിരിക്കുക. വസിയത്തുണ്ട് എങ്കിൽ അത് എഴുതി വെക്കുക. അതേപോലെ നല്ല ആളുകളുമായി കൊണ്ട് കൂട്ടുകൂടുക. പശ്ചാത്താപം, തൗബ വൈകിപ്പിക്കാതിരിക്കുക. സംഭവിച്ച പാപങ്ങൾ ഏറ്റുപറഞ്ഞത് ഇങ്ങനെ തൗബ പുതുക്കിക്കൊണ്ടിരിക്കുക. പിന്നെ മരണത്തെക്കുറിച്ച് ബോധപൂർവം ഓർക്കുക. സ്വതക്കത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സ്വതക്കകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കുക. നമ്മുടെ ഈമാൻ നിലനിൽക്കാൻ വേണ്ടി, ഇസ്തിഖാമത്തിന് വേണ്ടി എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇതൊക്കെ മരണത്തിൻ്റെ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതുൻ, ഈ ആയത്ത് നമുക്ക് നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങളാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. എന്താണ് അടുത്ത ആയത്ത്? അള്ളാഹു പറഞ്ഞു, സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ, സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ, പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ തീർച്ചയായും നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. ഇതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ തീർച്ചയായും നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. എന്താ വാക്കർത്ഥം? എന്താ? സുമ്മ പിന്നീട്, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, യൗം എന്ന് പറഞ്ഞാൽ ദിവസം, അൽ ഖിയാമ ഖിയാമത്ത് നാൾ, അന്ത്യദിനം, തുബ്അസൂൻ പുനർജീവിപ്പിക്കപ്പെടും. ബഅസ് പുനരുദ്ധാനം, പുനർജീവിപ്പിക്കപ്പെടും. അപ്പോൾ മരണത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, അല്ലേ? മരണത്തെക്കുറിച്ച് പറഞ്ഞ അള്ളാഹു മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തേതും ശാശ്വതവുമായ ഘട്ടമാണേത്? ബർസഖ്, പിന്നെ മരണത്തിനപ്പുറമുള്ള ലോകം, അല്ലേ? മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കല്ല. മരണത്തോടുകൂടെ സംഭവിക്കുന്നത് ഒരിക്കലും അറ്റമില്ലാത്ത, അവസാനമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ തുടക്കമാണ് മരണം. മനുഷ്യൻ്റെ ജനനം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ ജനനം, അവൻ ഭൂമിയിലേക്ക് വരുന്നു, ഭൂമിയിൽ വന്നവൻ ജീവിക്കുന്നു, എന്നിട്ട് അവൻ മരിക്കുന്നു. അപ്പോൾ ദുനിയാവിൽ നമ്മൾ മരണം വരെയാണ്. ദുനിയാവ് കഴിഞ്ഞാലോ, ഈ മരണം കഴിഞ്ഞാലോ വീണ്ടും അല്ലാഹു നമ്മളെ ജീവിപ്പിക്കുന്നുണ്ട്. ആ ജീവിതത്തിന് പിന്നെ എന്തില്ല? അവസാനമല്ല. മനസ്സിലായി? ആ ജീവിതത്തിന് പിന്നെ അവസാനമില്ല എന്നുള്ളതാണ് പരിശുദ്ധ ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ശക്തമായ തൗക്കീദുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? മരണമെന്ന യാഥാർത്ഥ്യത്തെ പഠിപ്പിച്ചു. ഇന്ന ലമയ്യിത്തുൻ, ല എന്നൊക്കെ, പിന്നെ ലാമുല്ലാസിം, ഇതൊക്കെ ഉപയോഗിച്ച് മരണത്തെക്കുറിച്ച് പറഞ്ഞു. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സുമ്മ ഇന്നക്കും പിന്നീട് തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യും? അവരെ പുനർജീവിപ്പിക്കും. ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്മാരെ പുനർജീവിപ്പിക്കും. പടച്ചോനത് പണിയൊന്നുമില്ല, അള്ളാഹ്ക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശുദ്ധശൂന്യതയിൽ നിന്ന് നമ്മളെ പടച്ച തമ്പുരാൻ. ഒരു മുൻ മാതൃകയില്ലാതെ നമ്മളെ സൃഷ്ടിച്ചവനാണ് പടച്ച തമ്പുരാൻ. ആ റബ്ബിന് നമ്മളെ പടച്ച്, നമ്മൾ മരിച്ചു, നമ്മൾ മണ്ണോട് ചേർന്നു. ആ മണ്ണിൽ നിന്ന് വീണ്ടും പടച്ചവന് നമ്മളെ ഉണ്ടാക്കിയെടുക്കാൻ പണിയില്ല. കാരണം നമുക്കൊരു രൂപമുണ്ട്. രൂപമില്ലാത്ത അവസ്ഥയിൽ നമ്മളെ സൃഷ്ടിച്ചവനാണ് പടച്ചവൻ. ആ പടച്ചവന് പിന്നെ എന്ത് പണിയുള്ളത്? അതുകൊണ്ട് തന്നെ സൃഷ്ടിപ്പിൻ്റെ പൂർത്തീകരണം ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച് അവന് ജീവൻ നൽകി പിന്നീട് അവനെ മരണത്തിന് വിധേയമാക്കിയ അള്ളാഹുവിനെ അവനെ വീണ്ടും ജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കുക എന്നുള്ളത് ഒരു പ്രയാസമില്ലാത്ത കാര്യമാണ്, ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആ ഒരു സൃഷ്ടിപ്പിൻ്റെ പൂർത്തീകരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്.
അതേപോലെ ലക്ഷ്യബോധമുള്ള സൃഷ്ടിപ്പാണ് പടച്ചോൻ നൽകിയിട്ടുള്ളത്. മനുഷ്യനെ കേവലം വിനോദത്തിനായിട്ടല്ല അള്ളാഹു പടച്ചത്. ഭൂമിയിലെ താൽക്കാലികമായ ജീവിതവും മരണവും കഴിഞ്ഞാൽ അവൻ ചെയ്ത കർമ്മങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം നൽകപ്പെടേണ്ട ഒരു നാളുണ്ട്, പരലോകമുണ്ട്. ആ നീതി നിർവഹണത്തിനാണ് ഖിയാമത്ത് നാളിലേക്ക് അള്ളാഹു എല്ലാവരെയും ക്ഷണിക്കുന്നത്. അള്ളാഹു അങ്ങോട്ട് എല്ലാവരെയും കൊണ്ടുവരും. മനസ്സിലായില്ലേ? മരണത്തോടുകൂടെ ജീവിതം അവസാനിക്കല്ല, മരണത്തോടുകൂടെ ഒരു ജീവിതം തുടങ്ങാണ്, ആരംഭിക്കുകയാണ്. മരണമെന്നുള്ളത് മനുഷ്യൻ്റെ സർവനാശമല്ല, മറിച്ച് ഭൗതിക ലോകത്തു നിന്ന് പരലോകത്തേക്കുള്ളൊരു മാറ്റമാണ് മരണം എന്ന് പറഞ്ഞാൽ. ഈ ലോകത്തു നിന്ന് ഇഹലോകത്തു നിന്ന് പരലോകത്തേക്ക്, മറ്റൊരു ലോകത്തേക്ക് മാറുക. ഖബറിലെ ജീവിതത്തിന് ശേഷം വരാനിരിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഒരു വിശ്വാസി എപ്പോഴും ബോധ്യമുള്ളവനായിരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ ഖബർ കഴിഞ്ഞാലോ, ബർസഖ് കഴിഞ്ഞാലോ, ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാൾ കഴിഞ്ഞാൽ പിന്നെ അവസാനമില്ലാത്ത ലോകമാണ്. അവിടെ ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്, ഒന്നുകിൽ സ്വർഗമാണ് നരകമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിചാരണയ്ക്ക് തയ്യാറാകണം. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ വിചാരണയ്ക്ക് തയ്യാറാകുക. മരണമുണ്ട്, മരണത്തിനപ്പുറം ലോകമുണ്ട്. അതുകൊണ്ട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം, കാണുന്ന കാഴ്ചകൾ ശ്രദ്ധിക്കണം, കേൾക്കുന്ന കേൾവികൾ ശ്രദ്ധിക്കണം, ഇടപാടുകൾ ശ്രദ്ധിക്കണം, അല്ലെ, പെരുമാറ്റം ശ്രദ്ധിക്കണം, നോട്ടം എല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ വിചാരണ ചെയ്യും. നമ്മൾ കുടിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത് ഒക്കെ വിചാരണ നടത്തൂലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം വിചാരണ നടത്തും. അതുകൊണ്ട് നന്മകൾ ചെയ്ത് ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു സമയം കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്, അല്ലെ? സമയത്തെ നമുക്ക് ആർക്കും പിടിച്ചേക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ സമയത്തും എന്ത് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക, നല്ലത് കേൾക്കുക, നല്ലത് പറയുക, ആളുകളോട് നന്നായി പെരുമാറുക. നന്മകൾ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നന്മകൾ പ്രവർത്തിക്കുക എന്നുള്ള ബുദ്ധിമുട്ടുള്ള കാര്യം. ഇപ്പോൾ നിർബന്ധമായ നന്മകളുണ്ട്, ഐച്ഛികമായ നന്മകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ നന്മകളുണ്ട്. ഇപ്പോൾ ഒരാളെക്കുറിച്ച് നല്ലത് വിചാരിക്കുക, അതൊരു നന്മയല്ലേ? ഒരാളെക്കുറിച്ച് മോശം വിചാരിക്കാതിരിക്കുക, നല്ലത് വിചാരിക്കുക, അതൊരു നന്മയാണ്. മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത് നന്മയല്ല. അയാൾ അറിയുന്നു പോലുമില്ല, അതൊരു നന്മയാണ്. അങ്ങനെ എന്തൊക്കെ നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും? പരലോകത്ത് നമ്മുടെ വിചാരണ നടക്കുമ്പോൾ നമ്മുടെ ഏടെന്ത് ചെയ്യണം? അത് കനം തൂങ്ങണം. അതിനെന്താ പറയുക? നന്മകൾ കൊണ്ടാണ് ഏടിനെ നിറക്കേണ്ടത്. നമ്മുടെ കിതാബുകളെ, നമ്മുടെ ഗ്രന്ഥങ്ങളെ എന്തുകൊണ്ടാണ് നിറക്കേണ്ടത്? നന്മകൾ കൊണ്ടാണ്. മഹാനായ ഇമാം തുബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സുമ്മ ഇന്നക്കും അയ്യുഹന്നാസ് മിൻ ബഅദി മമാതികും യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ തുഹ്യൗന വതുഖ്റജൂന മിൻ ഖുബൂരികും അഹ്യാഅൻ കമാ കുൻതും ഖബ്ല മമാതികും. അല്ലാഹു ഈ ആയത്തിലൂടെ പറയുന്നത് എന്താ? മനുഷ്യന്മാരെ, നിങ്ങളുടെ മരണത്തിന് ശേഷം ലോകരക്ഷിതാവിങ്കിലേക്ക് മനുഷ്യർ എഴുന്നേറ്റ് നിൽക്കുന്ന ആ നാളിൽ, അഥവാ ഖിയാമത്ത് നാളിൽ നിങ്ങൾ വീണ്ടും ജീവിപ്പിക്കപ്പെടുകയും നിങ്ങളുടെ മരണത്തിന് മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നുവോ അതേപോലെ ജീവനുള്ളവരായി ഖബറിൽ നിന്ന് പുറത്തെടുക്കപ്പെടുകയും ചെയ്യുമെന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഇതാണ് ആര് പറയുന്നത്? ഇമാം തുബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇമാം ഖുർത്തുബി പറഞ്ഞു, ഐ ലിൽ ഹിസാബി വസ്സവാബി വൽ ഇഖാബ് വൽ ബഅ്സു ഇഹ്യാഉൽ മയ്യിതി വഇഖ്റാജുഹു മിൻ ഖബരിഹി. അതായത് നിങ്ങൾ ഖബറുകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കപ്പെടുന്നത് കൃത്യമായ വിചാരണക്കും, ഹിസാബിനാണ്, പ്രതിഫലത്തിനാണ്, സവാബിനാണ്, ശിക്ഷക്കാണ്, ഇഖാബിനാണ് എന്നൊക്കെയാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയത് കാണാൻ പറ്റുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഖുർആൻ കൊണ്ട് ഖുർആൻ്റെ തഫ്സീർ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഖുർആൻ കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിൽ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ثم بعد الخلق الأول المبتدع تصيرون إلى الموت ثم بعد الموت تبعثون يوم القيامة أحياء كما قال تعالى والله أنبتكم من الأرض نباتا ثم يعيدكم فيها ويخرجكم إخراجا എന്ന് പറയുന്ന ആയത്ത് പറഞ്ഞാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അഥവാ എന്തായാലും അർത്ഥം എന്താ? അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു സസ്യത്തെ പോലെ മുളച്ചുണ്ടാക്കി പിന്നീട് അവൻ നിങ്ങളെ അതിലേക്ക് തന്നെ മടക്കുകയും ഒരു പുതിയ പുറപ്പാടിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കുകയും ചെയ്യുന്നതാണ് എന്ന് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുക. 2 ചെറിയ ആയത്തുകൾ നമ്മൾ പഠിച്ചു. 2 ചെറിയ ആയത്തുകൾ. ഒന്ന് മരണമുണ്ടെന്ന് മനസ്സിലായി, മരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നിങ്ങളെ പുനർജീവിപ്പിക്കപ്പെടും, അഥവാ ഖിയാമത്ത് നാളുണ്ട്, പരലോകമുണ്ട്, മരിക്കും, പരലോകമുണ്ട്. ഇതാണ് ഈ ആയത്തിൻ്റെ രത്ന ചുരുക്കതാണ്.
സഹോദരങ്ങളെ, പരലോകം സത്യമാണ്. പരലോകം ബുദ്ധിയുള്ള മനുഷ്യൻ്റെ തേട്ടാണ്. പരലോകം വേണമെന്നുള്ളത് ബുദ്ധിയുള്ള മനുഷ്യൻ്റെ തേട്ടാണ്. പരലോകം ഇല്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. പരലോകം ഇല്ലെങ്കിൽ അവസ്ഥ. ഇപ്പോൾ ഒരാൾ പാതിരാത്രി അയാൾ ഉറങ്ങുകയാണ്, അയാളെ വീട്ടിൽ ഉറങ്ങുകയാണ്. അപ്പോഴാണ് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് പിന്നെ വാവിട്ട കരച്ചിൽ ശബ്ദമുയർത്തിയ കരച്ചിൽ കേൾക്കുന്നത്. നമ്മൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. നമ്മൾ ഓടിപ്പോയി നോക്കുമ്പോൾ അയൽവാസിയിലെ അവിടുത്തെ കുടുംബനാഥൻ അയാൾ മരണവെപ്രാളത്തിലാണ്. അവർക്ക് വാഹനമൊന്നുമില്ല. നമ്മൾ ഓടി വന്നു, നമ്മുടെ വാഹനം എടുത്തു. നമ്മുടെ അയൽവാസിയെ നമ്മുടെ വാഹനത്തിലേക്ക് വലിച്ചു കയറ്റി അയാളുമായി നമ്മൾ എന്ത് ചെയ്തു? ആ രാത്രിയിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടി. നമ്മൾ അതിവേഗത്തിൽ ഓടിച്ചു കൊണ്ടുപോയി അവിടെ ഡോക്ടറെ കാണിച്ചു. അയാളുടെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നന്മ ചെയ്തത് അയാൾ വണ്ടിക്കൂലി തരാൻ വേണ്ടിയിട്ടാണ്? അയാൾ നമ്മളെ പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ്? അല്ലേ? അതൊരു നന്മയല്ലേ? നമ്മൾ ഉറക്കമൊഴിവാക്കി പാതിരാത്രിയിൽ ആ മനുഷ്യനുമായി നമ്മൾ ഓടിപ്പോയത് എന്ന നന്മയല്ലേ? ആ നന്മക്ക് ആരാ കൂലി തരിക? അതിൻ്റെ കണക്കനുസരിച്ച്, അതിൻ്റെ തോതനുസരിച്ച് ആരാ കൂലി തരിക? ഏതെങ്കിലും ഒരു മനുഷ്യനത് കണക്കാക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരാൾക്ക് കണക്കാക്കാൻ പറ്റുമോ? ഒരു മനുഷ്യനും കഴിയില്ല. അതിനാണ് പരലോകം എന്ന് പറഞ്ഞാൽ. അതിനാണ് പരലോകം. മനസ്സിലല്ലേ? പരലോകം ഇല്ല എങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമ്മൾ ചെയ്യുന്ന നന്മകൾക്കൊന്നും കൂലി കിട്ടാതെ പോകുകയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ലൈഫ്? എന്തിനാ ഈ ജീവിതം? എന്തിനാ? അപ്പം അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ള മനുഷ്യൻ്റെ തേട്ടമാണ് പരലോകം. പരലോകം അനിവാര്യമാണ്. പരലോകമില്ലെങ്കിൽ അത് പിന്നെ എന്താ പറയുക, മനുഷ്യ സൃഷ്ടിപ്പ് പൂർണ്ണമാവുന്നില്ല. അതുകൊണ്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് പരലോകം ഉണ്ടാകണം എന്നുള്ളത്. 100 ആളെ കൊന്ന ആളെ എത്ര പ്രാവശ്യം കൊല്ലാൻ പറ്റുക? നീതി നടപ്പിലാകുന്നുണ്ടോ ഇവിടെ? ഈ ലോകത്ത് നീതി നടപ്പിലാക്കാൻ പറ്റുന്നുണ്ടോ? എന്തെല്ലാം അനീതികളാണ് ലോകത്ത് നടക്കുന്നത്, എന്തെല്ലാം തോന്നിവാസങ്ങളാണ് നടക്കുന്നത്. അതിനനുസരിച്ചൊക്കെ അവരെ ശിക്ഷിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ, നമുക്ക് കഴിയുന്നില്ല. അപ്പം ഇതൊക്കെ നടപ്പിലാകുന്ന ഒരു ലോകമാണ് ഇത് പരലോകം. അതുണ്ട് എന്നാണ് പഠിച്ചോൻ പറയണത്. അതുണ്ട്. നിങ്ങളെ പുനരുദ്ധാനമുണ്ട്. നിങ്ങളെ ഖബറിൽ നിന്ന് കൊണ്ടുവരും, എഴുന്നേൽപ്പിക്കും. അല്ലേ? അവിടെ വിജയിക്കുന്ന ആൾക്കാരുണ്ട്, പരാജയപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ 2 ആയത്തുകളും പ്രതീക്ഷയാണ്. മരിക്കുന്നുള്ളത് ഉറപ്പാണ്. മരണത്തിനപ്പുറം ഒരു ലോകമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? മരണത്തിന് വേണ്ടി ഒരുങ്ങുക, പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഈ അധ്യായത്തിലെ ഈ 2 ആയത്തുകൾ നമുക്ക് നൽകേണ്ട പാഠങ്ങൾ അതാണ്. അള്ളാഹുവിനോട് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ആയത്തുകൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. കാര്യങ്ങൾ സത്യസന്ധമായി പഠിച്ച് അത് ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.